ഹിസ്ബുള്ള ആയുധക്കടത്ത് സംഘത്തിലെ നേതാവിനെ കൊലപ്പെടുത്തിയതായി സ്ഥിരീകരിച്ച ഇസ്രയേൽ. ഹിസ്ബുള്ളയുമായുള്ള സമാധാന കരാറിൽ ഒപ്പിട്ടതിന് ശേഷം ഇസ്രയേൽ നടത്തുന്ന ആദ്യ ആക്രമണം കൂടിയാണിത്. രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ IDF നടത്തിയ റെയ്ഡിലാണ് നേതാവായ മുഹമ്മദ് മഹ്ദി അലി ഷഹീൻ കൊല്ലപ്പെട്ടത്. ഹിസ്ബുള്ളയ്ക്ക് വേണ്ടി ആയുധങ്ങൾ കടത്തുന്നതിന് നേതൃത്വം നൽകുന്നവരിൽ ഏറ്റവും പ്രധാനിയാണ് ഇയാൾ. സിറിയയിൽ നിന്നും ലെബനിലേക്ക് ഈയിടെ ആയുധങ്ങൾ കടത്തിയ സംഭവത്തിൽ ഇയാൾക്ക് പങ്കുണ്ടെന്ന് ഇസ്രയേൽ കണ്ടെത്തിയിരുന്നു. വെടിനിർത്തൽ പ്രഖ്യാപിച്ചതിന് ശേഷമായിരുന്നു ആയുധം കടത്തിയത്. ആ നീക്കം ഇരു കക്ഷികളും തമ്മിലുള്ള കരാറിനെ അട്ടിമറിക്കുന്നതാണ് എന്ന് ഇസ്രയേൽ ആരോപിച്ചിരുന്നു. യുദ്ധം അവസാനിപ്പിക്കാനുള്ള സമാധാന കരാറിന് ഇസ്രയേൽ മന്ത്രിസഭ അംഗീകാരം നൽകിയത് കഴിഞ്ഞ നവംബറിലാണ്. ഹിസ്ബുള്ളയുടെ മുതിർന്ന നേതാക്കളെ വധിച്ചതിലൂടെയും അവരുടെ തന്ത്രപ്രധാന കേന്ദ്രങ്ങൾ തകർത്തതിലൂടെയും ലക്ഷ്യം പൂർത്തീകരിച്ചതായി പ്രഖ്യാപിച്ചാണ് ഇസ്രയേൽ കരാറിന് സമ്മതിച്ചത്. അതേസമയം കെയ്റോയിൽ ആരംഭിച്ച ഗാസ ചർച്ചയിൽ വെടിനിർത്തൽ ഒന്നാം ഘട്ടം 6 ആഴ്ച കൂടി നീട്ടണമെന്ന ആവശ്യം ഇസ്രയേൽ മുന്നോട്ട് വെച്ചുവെന്നതാണ് ഇതുവരെ ലഭിക്കുന്ന സൂചന. ആഴ്ചയിൽ 3 ബന്ദികളെ വീതം ഹമാസ് മോചിപ്പിക്കുകയും പകരം പലസ്തീൻ തടവുകാരെ വിട്ടയക്കുകയും ചെയ്യുന്ന ഒന്നാം ഘട്ട രീതി തന്നെ തുടരാനാണ് ഇസ്രയേൽ താൽപര്യപ്പെടുന്നത്. എന്നാൽ ഒന്നാം ഘട്ടം പൂർത്തിയായ സ്ഥിതിക്ക് നേരത്തെയുള്ള ധാരണ അനുസരിച്ച് രണ്ടാം ഘട്ടത്തിലേക്ക് പോകണമെന്നാണ് ഹമാസ് നിലപാടെടുത്തത്. രണ്ടാം ഘട്ടത്തിലാണ് യുദ്ധത്തിന് സ്ഥിരമായ അവസാനം, അവശേഷിക്കുന്ന മുഴുവൻ ബന്ദികളുടെയും മടക്കം, ഇസ്രയേൽ സൈന്യത്തിന്റെ പൂർണ്ണ പിന്മാറ്റം എന്നിവ നടക്കേണ്ടത്. US, ഈജിപ്റ്റ്, ഖത്തർ എന്നീ രാജ്യങ്ങളുടെ മധ്യസ്ഥതയിലാണ് ചർച്ച. ഗാസയിലേക്ക് കൂടുതൽ സഹായം എത്തിക്കാനുള്ള നടപടി വേഗത്തിലാക്കാനുള്ള വഴികളും ചർച്ച ചെയ്യും. ഗാസയിൽ അവശേഷിക്കുന്ന 50 ബന്ദികളിൽ 24 പേർ മാത്രമാണ് ജീവനോടെയുള്ളത് എന്നാണ് ഇസ്രയേൽ കരുതുന്നത്. അതിനിടെ ഹമാസിന്റെ ഉദ്ദേശങ്ങളും കരുത്തും കുറച്ചു കണ്ടതാണ് 2023 ഒക്ടോബർ 7 ആക്രമണത്തിന് ഇടയാക്കിയതെന്ന് ഇസ്രയേൽ സൈന്യം വ്യാഴാഴ്ച പുറത്തുവിട്ട അന്വേഷണ റിപ്പോർട്ടിൽ വിലയിരുത്തി. അതിർത്തിയിലെ 60 ഇടങ്ങളിൽ നിന്നാണ് ഹമാസ് മിന്നൽ ആക്രമണം നടത്തിയത്. 2017 ഹമാസ് ഇതിനുള്ള ഒരുക്കം തുടങ്ങിയിരുന്നു. മുൻപ് 3 വട്ടം സമാനമായ ആക്രമണത്തിന് ഹമാസ് ഒരുങ്ങിയെങ്കിലും അവസാന നിമിഷം മാറ്റിവെച്ചതായും റിപ്പോർട്ട് പറയുന്നു. പരാജയം സൈനിക തലത്തിൽ മാത്രമല്ല, രാഷ്ട്രീയ തലത്തിലും സംഭവിച്ചു എന്നാണ് റിപ്പോർട്ട് കുറ്റപ്പെടുത്തുന്നത്. കൂടാതെ ഇസ്രയേലിന് $3 ബില്യൺ ആയുധങ്ങൾ വിൽക്കാനുള്ള അനുമതി നൽകി ട്രംപ് ഭരണകൂടം. 2000 പൗണ്ട് ബോംബ് ഉൾപ്പെടെയുള്ളവ വിൽക്കുന്നതിനുള്ള അനുമതിയാണ് നൽകിയത്. 35,500 MK-84 ബ്ലൂ 117 ബോംബുകൾ, 4000 പ്രിഡേറ്റർ വാർഹെഡുകൾ എന്നിവ ഉൾപ്പെടെ $3 ബില്യൺ വിലമതിക്കുന്ന ആയുധങ്ങൾ US ഇസ്രയേലിന് വിൽക്കുകയാണെന്ന് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ കഴിഞ്ഞ ദിവസം പറഞ്ഞു. ഇസ്രയേലിന് അടിയന്തരമായി ആയുധങ്ങൾ കൈമാറേണ്ടതിന്റെ ആവശ്യകതയുള്ളതിനാൽ വിൽപ്പനയിൽ US കോൺഗ്രസിന്റെ അവലോകനം നടത്തിയിട്ടില്ല എന്നും റൂബിയോ അറിയിച്ചിരുന്നു. ഗാസ വെടിനിർത്തൽ കരാർ നീട്ടുന്നത് സംബന്ധിച്ച് കെയ്റോയിൽ ചർച്ച നടക്കാനിരിക്കെ ഫിലാഡൽഫി ഇടനാഴിയിൽ നിന്ന് പിന്മാറില്ല എന്ന് ഇസ്രയേലും അറിയിച്ചിരുന്നു. ഗാസയിൽ അടുത്ത ഘട്ട വെടിനിർത്തൽ ചർച്ചയ്ക്ക് ഹമാസ് സന്നദ്ധത അറിയിച്ചുവെങ്കിലും ആദ്യഘട്ട കരാർ നീട്ടിയാൽ മതിയെന്ന നിലപാടാണ് ഇസ്രയേൽ സ്വീകരിക്കുന്നത്. 1 മാസമോ അതിൽ കൂടുതലോ കരാർ നീട്ടാൻ സന്നദ്ധമാണെന്ന് ഇസ്രയേൽ മധ്യസ്ഥ രാജ്യങ്ങളെ അറിയിച്ചതായാണ് റിപ്പോർട്ട്. ഒന്നാം ഘട്ട വെടിനിർത്തൽ കരാറിന്റെ സമയപരിധി അവസാനിച്ചു. വെടിനിർത്തൽ കരാറിന്റെ ഭാഗമായുള്ള അവസാന ബന്ദി കൈമാറ്റവും തടവുകാരുടെ മോചനവും കഴിഞ്ഞ ദിവസമാണ് പൂർത്തിയായത്. ഈ സാഹചര്യത്തിൽ ഇസ്രയേൽ ആക്രമണം പുനരാരംഭിക്കുമോ എന്ന ആശങ്കയും നിലനിൽക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.